ഇന്നതേ കാര്യം പണിമുടക്കൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് എല്ലാവരും വീട്ടിലൊരുമിച്ചുള്ളതിൻ്റെ സന്തോഷം കേട്ടോ. തന്നെയല്ല എന്നെ അങ്ങനെ ഞായറാഴ്ച ദിവസം വീട്ടിൽ കിട്ടാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഞായറാഴ്ച ദിവസം ജോലിക്ക് പോകുന്ന കുറേ ആൾക്കാർ കാണും. അപ്പോൾ അവർക്കൊക്കെ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നം മാത്രമായിരിക്കും അല്ലേ. കിട്ടും, ഒട്ടും കിട്ടില്ലെന്നല്ല, കിട്ടും. എന്നാലും എല്ലാ ഞായറാഴ്ചയും വീട്ടിൽ നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറൊരു ദിവസം നമ്മൾ മാത്രം വീട്ടിൽ ഒറ്റയ്ക്ക് അവധി എടുത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ തലേന്ന് തന്നെ ഞാനും അവളും പ്ലാൻ ചെയ്ത് നാളെ എല്ലാവരും വീട്ടിലുണ്ട്, അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ തലേന്ന് തന്നെ ഞാനും അവളും പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. കുറച്ച് ഫുഡും ഒരു സിനിമയും ഞങ്ങൾ ഒരുമിച്ചുള്ള സംസാരം, ഇത്രയും മാത്രമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. അപ്പോൾ തലേന്ന് ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ തന്നെ ഇന്നത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മേടിച്ച് റെഡിയാക്കി കേട്ടോ. ഇന്ന് പിന്നെ കട കാണത്തില്ലല്ലോ, അപ്പം നേരത്തെ റെഡിയാക്കിയില്ലെങ്കിൽ നമ്മുടെ പരിപാടിയെല്ലാം കൊളായിപ്പോവും. അപ്പം ഞങ്ങൾ അതൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി കേട്ടോ. പിന്നെ അതാ ഞാൻ മേളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ബൊഗെയിൻവില്ലയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാമത്തെ വട്ടം പൂത്ത് കേട്ടോ. ആദ്യത്തെ വട്ടം പൂക്കളൊക്കെ നിറച്ചുണ്ടാക്കി, ഈ വർഷം ഇത് രണ്ടാമത്തെ വട്ടം കേട്ടോ ഇങ്ങനെ നമ്മുടെ ബൊഗെയിൻവില്ല പൂക്കുന്നത്. ടെറസിൻ്റെ മേളിലേക്ക് കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടുന്നുണ്ട്. അപ്പം ബൊഗെയിൻവില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ടതും വെയിലാണല്ലോ. വെള്ളത്തെക്കാളും കൂടുതൽ വേണ്ടത് വെയിലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ ബൊഗെയിൻവില്ല എന്നാണേലും ഇത്തവണ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള രീതിയിലാട്ടോ പൂത്തിരിക്കുന്നത്. പിന്നെ അതേ നമ്മൾ നേരെ 10 മണിച്ചെടി എടുക്കാൻ ചെന്ന് കേട്ടോ. 10 മണിച്ചെടി അതുപോലെ തന്നെ നിറച്ചും പൂക്കളൊക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. 3 കളറായിട്ടോ നമുക്കുണ്ടായിരുന്നത്, ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പേരയുടെ ചുവട്ടിലോട്ട് കയറി കേട്ടോ. ഒരു പേരയ്ക്ക എന്നെ നോക്കി അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം പിന്നെ ഓർത്ത് കൈ കിട്ടിയ ആളെ എന്നാണേലും ഇനി വെറുതെ വിടണ്ട, അങ്ങ് പറിച്ചേക്കാന്ന്. അപ്പം അതും പറിച്ചെടുത്ത് ഇങ്ങനെ അതും പറിച്ച് ഞാൻ നേരെ അമ്മ അഴിക്കോട്ട് തന്നെ അമ്മയുടെ കയ്യിൽ വലിയ കാരതി കൊണ്ട് കൊടുത്തിട്ടുണ്ടപ്പോൾ അമ്മ എടുത്ത് പോയി ഇരിക്കുക. ഇത് ശരിക്കും പഴുത്തായിരുന്നോ കാവി? എന്നാണേലും മുറിച്ച് നോക്കി, എന്നിട്ട് ആൾ കിള്ളി നോക്കി കേട്ടോ. പഴുത്തതായോണ്ടല്ലേ സൈഡിൽ ഇത് തൊലി ഉരിഞ്ഞ് പോകുന്നത്. അങ്ങനെ അമ്മ ഞങ്ങൾക്കുള്ള 5 പേർക്കുമായിട്ടുള്ള വീതിച്ചെടുക്കാൻ പാകത്തിന് പേരയ്ക്ക കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഓരോരുത്തർക്കും കൊണ്ട് കൊടുത്ത്. അവളാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവധിയാണെങ്കിൽ തന്നെ അവൾ ജോലിയുടെ കാര്യത്തിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് കേട്ടോ. അപ്പോൾ അവൾക്ക് അവധിയും കാര്യങ്ങളൊന്നും അവളെ വിഷയത്തില്ല. അവളുടെ ജോലി കൃത്യമായിട്ട് നടക്കണം, അങ്ങനത്തെ ഒരാളാട്ടോ. പിന്നെ കണ്ണച്ചൻ്റെ അടുക്കൽ ചെന്ന് കണ്ണച്ചൻ്റെ ഒരെണ്ണെടുത്ത് അച്ഛൻ്റെ അടുക്കൽ ചെന്നപ്പോഴത്തേക്കിനാണ് കേട്ടോ അച്ഛൻ 2 കയറി അങ്ങോട്ട് എടുത്ത്. ഒരെണ്ണം എടുക്കാൻ പറഞ്ഞ് 2 എടുത്ത്. വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോഴത്തേക്കിനും ഒന്നും കൂടെ ഷോ ഓഫ് ആയിരുന്നു. എന്നാണെങ്കിൽ അതൊക്കെ ഞാൻ എടുത്ത് ആളത് സിനിമയൊക്കെ വെച്ച് കണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയ അച്ഛൻ ഇടയ്ക്ക് ഓരോരോ കോപ്രാന്തങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനതൊക്കെ നൈസായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്തെടുത്തു. പിന്നെ അത് എനിക്കുള്ള കഷ്ണം കിട്ടി, അത് ഞാനും കഴിച്ചു. അങ്ങനെ പേരയ്ക്കയുടെ വിഹിതം ഇവിടെ തീർന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ പോയി സിനിമയെ കണ്ടുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച്. പിന്നെയുണ്ടല്ലോ ഈ പഴയ സിനിമകളൊക്കെ ശരിക്കും അടിപൊളിയല്ലേ. ഞാൻ ജോലിക്ക് പോകുമ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ ഓരോരോ മൂവിയുടെ ക്ലിപ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഇരുന്ന് കാണും കേട്ടോ. അടിപൊളിയാണ്, നല്ലൊരു ഫീലാണ്. ഫുഡ് കഴിച്ച് കഴിയുന്നതും അറിയത്തില്ല. അങ്ങനെ കഥ പറച്ചിലൊക്കെ ആ വഴിയൊക്കെ നടക്കും. അപ്പം പറഞ്ഞിരുന്ന നേരം പോയത് ഞാനും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള നേരമായി. നല്ല മീൻ വറുത്തതും മീൻ വറ്റിച്ചതും വൻപയർ തോരനും, പിന്നെ രാവിലെ ഇഡലിയും ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയ കാരണം സാമ്പാർ ഉച്ചക്കത്തേക്കിന് കാണും. അതൊരു പതിവാണേ. ഞായറാഴ്ച എന്നും ഇവിടെ സാമ്പാറില്ലാത്ത ദിവസമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അമ്മ ഒരു അലങ്കാരത്തിന് ഒരു അച്ചാർ കൂടെ കൊണ്ടങ്ങ് വെച്ച് ഇരിക്കട്ടെ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പണിമുടക്ക് ദിവസം ശരിക്കും ഞങ്ങൾക്കൊരു ഞായറാഴ്ച പോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. പിന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ.